നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക കാര്യം നമ്മൾ ചിന്തിക്കാൻ പോവുക. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഈശോയുടെ മുമ്പിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാഴ്ച എന്താണ്? നമ്മുടെ ജീവിതം, നമ്മുടെ വിശുദ്ധമായ ഒരു ജീവിതം, നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് കരുണ കാണിച്ച് വിശുദ്ധിയോടെയൊക്കെ നീതിബോധത്തോടെ എളിമയോടുകൂടിയൊക്കെ ജീവിച്ചാൽ അതാണ് കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ കാര്യം എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ്ലീഹ തന്നെ നമ്മളോട് പറഞ്ഞു തരും ഗലാത്യർക്ക് ലേഖനത്തിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം, അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്തിട്ട് ഇത് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ. വിശുദ്ധത്തിൽ ഒറ്റ വായനയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അതിങ്ങ് എഴുതി വെച്ചിട്ട് ഈശോയെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ടോ, ഒന്ന് ആത്മപരിശോധന നടത്തണം. ഇന്ന് ഒറ്റ തവണയെങ്കിലും ഒന്ന് വായിച്ചിട്ട് കിടന്നുറങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഈശോയെ എനിക്ക് ഇന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ, ഒന്ന് വായിക്കണം. ഓക്കെ, ഗലാത്യർക്ക് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 22-ാമത്തെ, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഇമെയിൽ കിട്ടി. അച്ഛൻ എന്താ എപ്പോഴും ടോക്കിനിടയ്ക്ക് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷീണിച്ചിരിക്കുന്നതല്ല, നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ കൺസേൺ. ഞാൻ മിക്കപ്പോഴും നമ്മുടെ ഗുഡ് നൈറ്റ് ടോക്കുകൾ എടുക്കുന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. ചിലപ്പം നാളത്തേക്കുള്ള ടോക്ക് ഇന്ന് രാത്രിയിലൊക്കെ ഇരുന്നായിരിക്കും ഒക്കെ എടുക്കുന്നത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ശുശ്രൂഷകളൊക്കെ പോകുന്നതുകൊണ്ട് കൃത്യസമയത്തൊന്നും ഷൂട്ട് ചെയ്യാനുള്ള പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ മിഡ് നൈറ്റ് ഇല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ചില ദിവസങ്ങളിൽ തിരക്ക് കൂടുന്ന സമയങ്ങളിലൊക്കെ വീഡിയോ എടുക്കുന്നത്. കൃത്യം 9 മണിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് എത്തേണ്ടതുകൊണ്ട് കുറച്ച് ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. വേറെ നോ ഹെൽത്ത് ഇഷ്യൂസ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൺസേണിനും ഒക്കെ ഒത്തിരി നന്ദി. കൂടുതൽ ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈശോ നിങ്ങൾക്ക് അത് കൂടുതൽ അനുഗ്രഹമാക്കി മാറ്റട്ടെ. നമുക്ക് വചനത്തിലേക്ക് വരാം. ഗലാത്യർക്ക് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം അറിയാവുന്ന വചനാണ്. അതൊന്ന് ഒരുമിച്ച് വായിച്ചു. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അല്ലേ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം, ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണ്? ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതം സ്വീകാര്യമാകണമെങ്കിൽ, അനുഗ്രഹമാകണമെങ്കിൽ, കർത്താവിന് പ്രീതികരമായ ഒരു ജീവിതമാണെങ്കിൽ ഈ ഗുണങ്ങൾ നമുക്കുണ്ടാവണം. സ്നേഹം ഉണ്ടോ? ആനന്ദം ഉണ്ടോ? സന്തോഷമല്ല കേട്ടോ, ആനന്ദം, ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത ആനന്ദം. സമാധാനം, ക്ഷമ ഉണ്ടോ? ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ വേണം. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. ഒരു ദൈവ പൈതലിന്റെ അടയാളങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഈ ദൈവ പൈതൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തൊട്ട് മുകളിലത്തെ വചനാണ്. 19, 20, 21 വാക്യങ്ങൾ വായിച്ചു നോക്കണം. ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ മുറിച്ച് ദൂരെ കളയണം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. 19-ാമത്തെ വാക്യം, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. എന്തൊരു സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന്. ആ വാക്യം കൂടെ 21-ന്റെ അവസാനം വായിച്ചു നോക്കിയേ. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന്. അതൊരു ഉറപ്പിച്ച് പറയാണ്. എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ 22-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചാൽ നമുക്ക് ഈശോയുടെ മുമ്പിൽ സ്വീകാര്യമായ ഒരു ജീവിതമായിരിക്കും. ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം അനുഭവിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്ന. ഈ മുമ്പിത്തെ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക, തിരുത്തുക, കർത്താവിന്റെ കൃപയിൽ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതം ഓരോ ദിവസവും കർത്താവിന് പ്രീതികരമായി തീരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കും മുതൽ വായിക്കുന്ന വചനങ്ങളുണ്ട്, നമ്മൾ ബലിയർപ്പിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. എന്താ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പും വചനം കേൾക്കുന്നുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യമാണ്. പക്ഷെ കർത്താവിന് ഇതൊക്കെ പ്രീതികരമാകുന്നത് എപ്പോഴാണ്? നമ്മൾ 100 വചനങ്ങൾ കേട്ടപ്പോഴല്ല, എല്ലാ ശുശ്രൂഷയിലും പങ്കെടുത്തു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇന്ന് ബലിയർപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ഒഴിവാക്കാൻ പറഞ്ഞ ഈ പാപങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോഴേ ഈശോയ്ക്ക് പ്രീതികരമായ ഒരു സ്വർഗരാജ്യ അനുഭവ ജീവിതം നമുക്ക് സാധ്യമാവുള്ളൂ. നമുക്ക് വീണ് പോയിട്ടുണ്ടാകാം, കൃപ ചോദിക്കുക. പൗലോസ്ലീഹ പറഞ്ഞു, എനിക്ക് ഒരു മുള്ളുണ്ടെന്ന്. നമ്മൾ ചിലപ്പോൾ പറയും നമുക്ക് കുറേ മുള്ളുകളുണ്ട്. എന്നാൽ ഈശോ പറയാണ്, കൃപയുണ്ട്, കൃപ തന്നിട്ടുണ്ട്. ഈ മുള്ളുകളെയൊക്കെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി നമുക്കത് പരസ്പരം പ്രാർത്ഥിക്കാം. കൂടുതൽ കർത്താവിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മളിന്ന് കേട്ട എല്ലാ വചനത്തിലും, പ്രത്യേകിച്ച് ഗലാത്യ 5:22 പറഞ്ഞിരിക്കുന്ന എല്ലാ ആത്മീയ ഫലങ്ങളും കൊണ്ട് നമ്മൾ നിറയപ്പെടട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.